സൂചിപ്പിച്ചത്, ഞാനിപ്പോൾ നിൽക്കുന്നത് മരട് പോലീസ് സ്റ്റേഷന് മുൻപിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പ്രതികളായിട്ടുള്ള അലീന, സിന്ധു എന്നിവർ ഈ പോലീസ് സ്റ്റേഷനുള്ളിലാണുള്ളത്. അല്പസമയങ്ങൾക്കുള്ളിൽ ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കും. അപ്പോൾ നമുക്ക് അവരോടും വേണമെങ്കിൽ പ്രതികരണങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. എന്തായാലും ഇത് കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ വിദേശത്തേക്ക് മോഡലിംഗ് വാഗ്ദാനം ചെയ്തുകൊണ്ട് വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ജോലി വാഗ്ദാനത്തിന്റെ മറവിൽ പിന്നീട് നടന്നത് അങ്ങോട്ടേക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തികളാണ്. രണ്ട് പെൺകുട്ടികൾ അതിന് മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതും ഞെട്ടിക്കുന്നതാണ്. വിദേശത്തേക്ക് എത്തിയതിനു ശേഷമാണ് പല ആളുകൾക്കും ഈ പെൺകുട്ടിയെ കാഴ്ചവെക്കുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. തുടർന്ന് ഈ പെൺകുട്ടി നാട്ടിലെത്തിയതിനു ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും തുടർന്ന് അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയുടെ എല്ലാം അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ ഇടുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലുമാണ് ഈ അലീന എന്ന് പറയുന്ന പെൺകുട്ടി ഇതിനായിട്ട്, അതായത് പ്രതിയായിട്ടുള്ള അലീന, ഇതിനു മുൻപും പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടുള്ള അലീന തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഈ കൊച്ചിയിലുള്ള പല ഗുണ്ടാ സംഘങ്ങളുമായി അലീനയ്ക്ക് ബന്ധവുമുണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പിന്നീട് പോലീസ് അങ്ങോട്ടേക്കും അന്വേഷണം നടത്തുന്നു. പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. കൂടെ സിന്ധു എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയുണ്ട് എന്ന് പോലും പോലീസിന് മനസ്സിലാക്കുന്നു. പിന്നീടാണ് ഇന്ന് പോലീസിന്റെ പിടിയിലാകുന്നത്. മരട് പോലീസിന്റെ പിടിയിൽ ഈ രണ്ട് പേര് പിടിയിലാക്കുന്നത്. അലീന, സിന്ധു എന്ന രണ്ട് പേർ പിടിയിലാക്കുന്നു. പക്ഷേ പോലീസ് പറയുന്നതനുസരിച്ച് മനസ്സിലാക്കുകയാണ് എങ്കിൽ ഇനിയും കൂടുതൽ പ്രതികൾ ഇതിൽ പിടിയിലാകാൻ വേണ്ടിയിട്ടുണ്ട് എന്നും പറയുന്നു. ഇവരെ കൂടുതൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമാകാനായിട്ടുള്ളൂ. ഒരു പെൺകുട്ടിയുടെ കാര്യം മാത്രമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നതെങ്കിൽ പോലും ഇതിൽ കൂടുതൽ പെൺകുട്ടികൾ ഇവരുടെ ഈ ഒരു കെണിക്കുള്ളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരാൻ വേണ്ടിയിട്ടുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ ഈ മരട് പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്നും പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കും.